എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കഥാനായിക സീരിയലിന്റെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ നാരായണിയുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ ബാലഗോപാലനും നമ്മുടെ അനൂപും കൂടി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ വീട്ടിലേക്ക് ആ ഒരു ദേവിയുടെ എഴുന്നള്ളത്തായിട്ട് വെളിച്ചപ്പാടും അതുപോലെ കുറച്ച് ആൾക്കാരും ഒക്കെ അങ്ങ് വരുന്നത്. അപ്പം വെളിച്ചപ്പാടാണെങ്കിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചപ്പാട് ആദ്യം വന്ന് പിടിക്കുന്നത് നമ്മുടെ അമലയെയും വിശാഖിനെയും ആണ് കേട്ടോ. രണ്ടാളുടെയും മുഖത്ത് നോക്കി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വെളിച്ചപ്പാട് അങ്ങ് പറയുകയാണ്. അതെ, നിന്റെ കയ്യിൽ തഴമ്പുണ്ട്, പക്ഷെ ഈ ഒരു തഴമ്പ് നീ പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് വിശാഖിന്റെ മുഖത്ത് നോക്കി പറയുന്നത്. അപ്പൊ അമലയോട് പറയുന്നുണ്ട്, നിന്റെ മനസ്സിലെ ദുഷ്ടത്തരങ്ങള് അതെല്ലാം തിരികെ നിനക്ക് തന്നെ വിനയായി ഭവിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇത് കാണുമ്പോ തന്നെ, ഈ ഒരു കോലം എഴുന്നള്ളിച്ച് വരുന്നത് കാണുമ്പോ തന്നെ നമ്മുടെ നളിനിയും മുത്തശ്ശിയും കൂടി അകത്തേക്ക് പോവുകയാണ്. എന്തൊക്കെയോ സംഭവങ്ങൾ എടുത്തോണ്ട് വരാനാണ്. അപ്പൊ ഇവര് പോകുന്ന സമയമാണെങ്കിലോ നമ്മുടെ അനൂപിന്റെ പക്കല് ദേവി കയറിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കളരിക്കൽ ദേവിയുടെ ആ പ്രതീകമായിട്ടാണ് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത്. അങ്ങനെ അനൂപിന്റെ മുന്നിൽ വന്നിട്ട്, നീ കാണാൻ ആഗ്രഹിച്ച ആളെ ഉടനെ തന്നെ നീ കാണും, നിന്റെ കല്യാണം നടക്കും എന്നുള്ള രീതിയിൽ നിന്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം അത് യാഥാർത്ഥ്യമാകും എന്നുള്ള ആ ഒരു വാക്കും ഉറപ്പും ഒക്കെ കളരിക്കൽ അമ്മ ആ ഒരു അനൂപിന് കൊടുക്കുകയാണ്. അപ്പൊ അനൂപിന് വലിയ സന്തോഷമായി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബാലമാമയുടെ അടുത്ത് വന്നപ്പോഴാണ് കറക്റ്റ് കാര്യം നമുക്ക് പിടികിട്ടിയത്. ഒരുപാട് വർഷങ്ങളായിട്ട് നീ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു രഹസ്യങ്ങള് അത് പുറത്തറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു. നിനക്ക് വേണ്ടി ദേവി എഴുന്നള്ളി വരികയാണ്. അത് ഒരു സിംഹത്തിന്റെ പുറത്തിരുന്നാണ് ദേവി വരുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുക കേട്ടോ. അങ്ങനെ ഇപ്പൊ ബാലഗോപാലനാണെങ്കിൽ, ദൈവമേ എന്തൊക്കെയാണ് ഇയാൾ വിളിച്ചു പറയുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനുമാണ് നമ്മുടെ നാരായണി അങ്ങോട്ട് വരുന്നത് കേട്ടോ. നാരായണി വന്ന പാടെ തന്നെ അനൂപ് നാരായണി ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെയാണ് ഇപ്പൊ ഈ ഒരു വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളിയപ്പോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നാരായണി ആ ഒരു വെളിച്ചപ്പാട് അവിടെ നിന്ന് മാറിയതും നേരെ കാണുന്നത് ബാലഗോപാലന്റെ മുഖമാണ്. അപ്പം ദേവി അരുളിപ്പാട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളും നാരായണിയുടെ ആ ഒരു മുഖത്തെ ഭാവവ്യത്യാസങ്ങളും ഒക്കെ കാണുമ്പം അവിടെ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടാകുന്ന പോലെ തന്നെയാണ്. അങ്ങനെ ബാലഗോപാലനാണെങ്കിൽ നാരായണിയെ കണ്ടു. അപ്പൊ നമ്മുടെ അനൂപ് പറയുന്നുണ്ട്, ബാലമാമേ, ദേ ആ കാണുന്ന കുട്ടിയാണ് നാരായണി, അവളെയാണ് ഞാൻ കല്യാണം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബാലമാമയാണെങ്കിൽ, എന്നാ വാ നമുക്ക് സംസാരിക്കാം, ഈ വെളിച്ചപ്പാടിന് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് എന്തൊക്കെയോ പറയാണ് എന്നും പറഞ്ഞ് ബാലഗോപാലൻ അവിടുന്ന് പോവാട്ടോ. അങ്ങനെ നേരെ നമ്മുടെ നാരായണിയുടെ മുന്നിലെത്തി നാരായണിയോട് ചോദിക്കുന്നുണ്ട്, അതെ മോളെ, ഞാൻ അനൂപിന്റെ അമ്മാവനാണ്, ബാലഗോപാലൻ എന്നാണ് പേര്. അപ്പം ഇത്രയും നേരമൊക്കെ മോളെ കാണാഞ്ഞ് മുഷിഞ്ഞിരിക്കുകയായിരുന്നു ഞാനും. ഇനി മോളെ നേരിൽ കണ്ടില്ലെങ്കിൽ ഈ ഒരു ബന്ധം വേണ്ട എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം കളരിക്കൽ ദേവിയായിട്ട് തന്നെ മോളെ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചു. അപ്പം നാരായണിയാണെങ്കിൽ വളരെ രൂക്ഷമായ ആ ഒരു നോട്ടമാണ് നമ്മുടെ ബാലഗോപാലിനെ നോക്കുന്നത്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആ ഒരു കൊലയാളിയെ നേരിൽ കണ്ടതിന്റെ സകല അമർഷവും നാരായണിയുടെ മുഖത്തുണ്ട്. അപ്പൊ നാരായണിയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുക കേട്ടോ. അങ്ങനെ എനിക്ക് മോളെ ഇഷ്ടമായി, എന്തായാലും ഇനിയിപ്പൊ നിങ്ങളെ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്തുമെന്നും പറഞ്ഞ് ബാലഗോപാലനാണെങ്കിൽ കൊച്ചിനോട് ബൈയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ബാലഗോപാലനും അനൂപും കൂടി പോയ പാടെ തന്നെ നാരായണിയുടെ സകല നിയന്ത്രണങ്ങളും വിടുകയാണ്. അപ്പൊ നാരായണിക്ക് സാക്ഷാൽ കളരിക്കൽ ദേവി ആ ഒരു അനുഗ്രഹം കൊടുക്കുക കേട്ടോ. നാരായണി പതിയെ അവിടുന്ന് മുഖഭാവമൊക്കെ മാറി പതിയെ തുള്ളി തുള്ളി നമ്മുടെ ആ ഒരു വെളിച്ചപ്പാടിന്റെ പറ്റയിലെത്തിയതും വെളിച്ചപ്പാട് നാരായണിയുടെ കയ്യിലേക്ക് ചിലമ്പും വാളും കൂടി നൽകുകയാണ്. അത് നൽകിയതും നാരായണിയോട് പറയുന്നുണ്ട്, ഇനി കൂടുമാറ്റമാകാം എന്ന് പറഞ്ഞതും നാരായണിയുടെ ശരീരത്തിലേക്ക് ദേവി ചൈതന്യം കയറുകയും നാരായണി ഉറഞ്ഞു തുള്ളുകയും ചെയ്യാണ്. അപ്പം വെളിച്ചപ്പാട് അപ്പുറത്തേക്ക് മാറി ക്ഷീണിതനായി കിടക്കുക കേട്ടോ. അങ്ങനെ നാരായണി ഉറഞ്ഞു തുള്ളുന്ന കാഴ്ച കണ്ട നളിനിയും മുത്തശ്ശിയും ഒക്കെ, ഈശ്വര ഇവൾക്കിതെന്താണ്, ദേവി കൂടിയതെങ്ങാനും ആണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, ഈ ദേവി കൂടിയ കാര്യം ആ അനൂപ് ഡോക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ ഈ പെണ്ണിനെ കെട്ടാൻ തയ്യാറാവില്ല. അപ്പം
അങ്ങനെ നാരായണിയുടെ കല്യാണം നമുക്ക് മുടക്കാൻ സാധിക്കുമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ അമലയാണെങ്കിലും വിശാഖേട്ടാ ആ ഫോൺ എടുത്താ ഡോക്ടറിനെ ഒന്ന് വിളിക്കുക, അയാൾ അധികം ദൂരമൊന്നും പോയി കാണില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിശാഖ് പറയുന്നുണ്ട്, ദേ അമലെ നീ ഒന്നും മിണ്ടാതെ നിൽക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല, ദോഷം കിട്ടുമെന്ന് പറയുകയാണ്. അങ്ങനെ നാരായണി ഉറഞ്ഞു തുള്ളി അവിടെ നിന്നും നാരായണി ആ ഒരു ചിലമ്പും വാളും ഒക്കെ പിടിച്ച് അവിടെ നിന്ന് പോകുന്നത് നേരെ ക്ഷേത്രവളപ്പിലേക്കാണ്. അപ്പം കളരിക്കൽ ദേവിയുടെ ആ ഒരു തൃക്കൊടിയേറ്റ് ദിവസമാണ് അന്ന്. അതുകൊണ്ട് തന്നെ അവിടെ ദേവി ചൈതന്യം അത് ആരുടെയെങ്കിലും ശരീരത്ത് വന്നതായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത്തവണ ആ ഒരു ഭാഗ്യം ലഭിച്ചത് നമ്മുടെ നാരായണിക്ക് തന്നെയാണ്. നാരായണി ഈ ഒരു രീതിയിൽ ഉറഞ്ഞു തുള്ളി പോകുന്നത് റീന കാണുകയാണ്. റീന മാത്രമാണ് നാരായണിക്ക് പിന്നാലെ ഓടി ചെല്ലുന്നത്. നാരായണി നിനക്ക് എന്ത് പറ്റിയെന്നും ചോദിച്ച്. അപ്പം നാരായണിയുടെ ഈ ഒരു അവസ്ഥ കണ്ട് റീന ഉടനെ പപ്പനെ വിളിച്ചു കേട്ടോ. പപ്പനാണെങ്കിൽ ഓടിപ്പാഞ്ഞു വന്നതും നമ്മുടെ നാരായണി ദേവിയുടെ നടയിൽ നിന്ന് ഉറഞ്ഞു തുള്ളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ മോളെ നാരായണി എന്നൊക്കെ വിളിച്ച് കുറച്ചു നേരം നാരായണിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് നാരായണിക്കൊരു ബോധക്ഷയം ഉണ്ടാകുകയും നാരായണിയുടെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് അങ്ങനെ അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പം എന്താ സംഭവിച്ചത് എന്ന് പോലും പുള്ളിക്കാരിക്ക് പിടികിട്ടുന്നില്ല. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരുവിധം പപ്പൻ അവിടെ കിടത്തിയതും അയ്യോ ഇങ്ങനത്തെ പെൺപിള്ളേർക്കൊക്കെ കല്യാണ ഭാഗ്യം ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ നളിനിയുടെ വക ഒരു ഡയലോഗും. അപ്പം നാരായണീനെ വളരെ ക്ഷീണിതയാണ്. കട്ടിലിൽ കിടക്കുന്ന ആ ഒരു സമയം നാരായണി പപ്പമാമനോട് ചോദിക്കുന്നുണ്ട്, അമ്മാമ്മേ ഞാനൊരു കാഴ്ച കണ്ടു, അത് സ്വപ്നമാണോ? അനൂപ് ഡോക്ടറും അയാളുടെ അമ്മാവനും എന്നെ കാണാൻ വന്നായിരുന്നോ? അപ്പം പപ്പൻ പറയുന്നുണ്ട്, മോളെ നിന്നെ തിരക്കി ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു അവരുടെ ആ ഒരു വണ്ടി പോകുന്നത്. അപ്പം ഉറപ്പായിട്ടും നിന്നെ കണ്ടു കാണും എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും എൻ്റെ മോൾക്ക് ഇപ്പം എന്തെങ്കിലും ക്ഷീണം തോന്നുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും, മോള് കുറച്ചു നേരം ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് പറയുകയാണ്. അപ്പൊ നാരായണി പറയുന്നുണ്ട്, ഇല്ല എനിക്കിനി ക്ഷീണമൊന്നുമില്ല, എൻ്റെ കൂടെ എൻ്റെ കളരിക്കൽ അമ്മയുണ്ട് എന്നും പറഞ്ഞ് നാരായണി ഏറ്റു തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ പപ്പൻ മോൾ റെസ്റ്റ് എടുക്കെന്നും പറഞ്ഞ് റൂമിൽ നിന്ന് വെളിയിലേക്ക് പോവാണ്. ആ കറക്റ്റ് ടൈം തന്നെ നമ്മുടെ വൃന്ദയാണെങ്കിലോ നാരായണിയെ വിളിക്കുകയാണ്. എടി നാരായണി, ദേ ഞാൻ അനൂപ് അവിടെ വന്നു, അവന്റെ അമ്മാവൻ വന്നു എന്നൊക്കെ പറഞ്ഞു, ശരിയാണോ? നിന്നെ അവര് കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ അവരിവിടെ വന്നായിരുന്നു. അപ്പം ഗിരിയേട്ടൻ പറഞ്ഞു നിന്നെ കണ്ടില്ല എന്ന്. അത് വെറുതെ പറഞ്ഞതാണ്, എന്നെ അവര് കണ്ടു, ഞാനും അവരെ കണ്ടു. ഇനിയിപ്പൊ എനിക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് നാരായണിയാണെങ്കിലോ വൃന്ദയുടെ കോള് കട്ട് ചെയ്യാണ്. അപ്പൊ വൃന്ദ അയ്യോ ഇതെന്താണ് ഇവളിപ്പോ ഇങ്ങനെ കട്ട് ചെയ്തതെന്നും പറഞ്ഞ് ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്താണെങ്കിലോ വീണ്ടും പപ്പൻ നമ്മുടെ ആ ഒരു നാരായണിയുടെ എത്തിയതും മോളെ നമുക്ക് ക്ഷേത്രത്തിലേക്കൊന്ന് പോയാലോ, കളരിക്കൽ അമ്മയെ ഒന്ന് പോയി തൊഴാം, അപ്പൊ മോളൊന്ന് കുളിച്ച് റെഡിയാകാന്ന് പറയുകയാണ്. അതിനെന്താ അമ്പറ്റുമാമേ ഞാൻ ഇപ്പൊ തന്നെ വരാം. അപ്പം ഇതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ പപ്പൻ പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്താലോ? അവര് മരിച്ചു പോയതിനു ശേഷം ഇങ്ങനെ ഒരു കർമ്മവും ചെയ്തിട്ടില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. നാരായണി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു കൊലപാതകയെ അയാളെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ അവർക്ക് വേണ്ടി കർമ്മം ചെയ്യില്ല എന്ന് പറയുകയാണ്. അപ്പം ഏതോ ഒരു ആത്മാവ് ഇവളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ പപ്പനറിയാം. പപ്പൻ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ്. അപ്പം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത്, തൻ്റെ നാരായണി മോളാണെങ്കിൽ അങ്ങനെയൊന്നും രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കരുത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ആത്മാക്കളെ ശാന്തി നൽകാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ നാരായണി സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ നാരായണി ആണെങ്കിൽ ബാലഗോപാലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതെ, വൃന്ദയുടെ കല്യാണത്തിന് വന്നപ്പോഴും ഞാൻ അയാളെ കണ്ടതാണ്, അയാളെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നുള്ള രീതിയിൽ ഇവൾ ഇങ്ങനെ സംസാരിക്കുന്നതും ഇവൾക്ക് എന്തൊക്കെയോ പ്രശ്നം ഉള്ളതായിട്ടാണ് പപ്പന് തോന്നുന്നത്. അങ്ങനെ അനന്തരക്കാരത്തിയും അതുപോലെ തന്നെ അമ്മാവനും കൂടി ക്ഷേത്രത്തിലെത്തി ദേവിയെ കണ്ട് തൊഴുതിട്ടും നമ്മുടെ നാരായണിക്ക് സമാധാനാവുന്നില്ല. നാരായണി എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ക്ഷേത്ര വളപ്പിൽ നിന്നും പുറത്തിറങ്ങിയതും അവള് കാണുന്നത് ആ ഒരു കൈനോട്ടക്കാരിയെയാണ്. അപ്പം പുള്ളിക്കാര് പറയുന്നുണ്ട്, ആ വന്നോ, എന്തായാലും ദേവി കൂടി എന്നുള്ള കാര്യമൊക്കെ ഞാനിന്ന് അറിഞ്ഞായിരുന്നു. പക്ഷേ ദേ ഈ കാക്കാത്തിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിന്നെ വിചാരിക്കുന്നത് പോലെ തന്നെ ആ ഒരു അനൂപ് ഡോക്ടർ തന്നെ ആയിരിക്കും നിന്റെ ഭർത്താവായിട്ട് വരുന്നത്. പപ്പ എത്രയും പെട്ടെന്ന് തന്നെ പപ്പൻ ആ ഒരു കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പപ്പനോടും ഇങ്ങനെ സംസാരിക്കുമ്പം പപ്പനാണെങ്കിൽ ഈ കാക്കാത്തി പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ അത് നടന്നിരിക്കും മോളെ,
അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റില്ല എന്ന് തന്നെ നമ്മുടെ നാരായണിയോട് പറയുകയാണ്. അപ്പം നാരായണി ഇങ്ങനെ പല കാര്യങ്ങളും നിന്ന് ആലോചിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കഥാനായികയുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി കേട്ടോ.